ഹായ്. നമ്മളീ പലരും ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ മിസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒ ടി ടിയിലോ, പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ടി വിയിൽ വരുമ്പോൾ കാണും, ഇപ്പോൾ ഒ ടി ടി വരുമ്പോൾ നമ്മൾ കാണും. എനിക്ക് അങ്ങനെ മിസ് ചെയ്തൊരു സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. പടം നിങ്ങൾക്ക് ബാക്കി കാണാം. റൈഫിൾ ക്ലബ്, ഡയറക്റ്റഡ് ബൈ ആഷിഖ് കപൂർ. ആ ഒരൊറ്റ പേരിന് ഒരുപാട് ആൾക്കാർ ഒരു സിനിമയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എല്ലാവർക്കും അതുണ്ടാവണമെന്നില്ല. ഈ സിനിമ തുടങ്ങുമ്പോൾ ഏതൊരു സിനിമയും തുടങ്ങുമ്പോൾ ആ സിനിമ കണ്ടു തുടങ്ങുമ്പോഴേ നമുക്ക് ഈ സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും. അത് മിക്ക സിനിമകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും, ചിലത് നമുക്കൊന്നും മനസ്സിലാവേയില്ല. പക്ഷേ ഈ സിനിമ കാണുന്ന ഫസ്റ്റ് സീൻ കഴിയുമ്പോൾ തൊട്ട് ഈ സിനിമ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവർ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങോട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ മലയാളത്തിൽ കുറച്ചധികം നാളുകളായിട്ടോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനൊരു സ്ഥലമോ ഇതോ ഒന്നും സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരെയും അവിടെ കുറച്ചൊരു ഗംഭീര പെർഫോമൻസുകളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സിനിമയും പെർഫെക്റ്റ് അല്ല, പക്ഷേ ഈ സിനിമ അവിടെ ചെറിയ ഫ്ലോസ് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താമെന്നുള്ളത് ഒഴിച്ചാൽ കുറച്ച് ഗംഭീര പെർഫോമൻസസ് കൊണ്ട് ഈ സിനിമ അങ്ങ് പാക്ഡ് ആണ് ആക്ച്വലി. പിന്നെ വേറൊരു രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കിടിലം പെർഫോമൻസസ് എല്ലാം ഗംഭീര ഡയറക്ടേഴ്സിൻ്റെ വക പെർഫോമൻസാണ്. അനുരാഗ് കശ്യപ് ആണെങ്കിലും ശരി, നമ്മുടെ സംവിധായകൻ റാഫി ആണെങ്കിലും, ദിലീഷ് പോത്തൻ ആണെങ്കിലും, പിന്നെ ആരാ പറയാം, സെന്ന ഹഗ്ഡെ, ഇവരെല്ലാം ഒരു ചെറുതാണെങ്കിലും നോട്ടീസബിൾ ആയിട്ടുള്ള പെർഫോമൻസസ് ഈ പടത്തിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ ആഷിഖ് കപൂർ ആസ് എ സിനിമാറ്റോഗ്രാഫർ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ സിനിമ. ലൈറ്റിംഗ് ഒക്കെ അജാതി സാധനം, അത്ര അടിപൊളി സാധനം. അപ്പോൾ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് അനുരാഗ് കശ്യപിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, ചെറിയ നോട്ടം കൊണ്ട് വിജയരാഘവൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, എന്താ പറയുക, കുറച്ച് ചോര പൊടിഞ്ഞെങ്കിൽ എന്താടാ കോശി നിങ്ങളെയൊക്കെ രക്ഷിച്ചില്ലേ എന്നുള്ള രീതിയിലുള്ള റാഫിയുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഉണ്ണിമായ പ്രസാദ് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസാണ്. വാണി വിശ്വനാഥ് ഒരുപാട് നാളുകൾക്ക് ശേഷം അവരൊരു പവർ പാക്ഡ് ആയിട്ട് ഉള്ള അവരുടെ പെർഫോമൻസ്, എല്ലാവരും അടിപൊളിയാണ്. ഇതിനകത്ത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുരാഗ് കശ്യപെ ബോളിവുഡൊക്കെ വിട്ടിട്ട് ഇങ്ങ് വാ മോനെ, മലയാളത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന സാധനം അങ്ങേര് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അങ്ങേര് സീരിയസ് ആയി പെർഫോം ചെയ്ത വളരെ നമുക്ക് ചിരി വരുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളും എല്ലാം കൊണ്ടും അടിപൊളി. പിന്നെ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട, സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പം ആഷിഖ് കപൂറിൻ്റെ പൊളിറ്റിക്സ്, അതായത് ഒരു ഏച്ചുകെട്ടലും ഇല്ലാതെ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിൽ അയാളുടെ പൊളിറ്റിക്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് എവിടെ കൊട്ടി എന്നുള്ളത് മനസ്സിലാവും. കൊട്ടേണ്ടവർക്ക് കൊട്ടി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ പടം അവൈലബിൾ ആണ്. കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് വ്യൂയിങ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ ഇരുന്നല്ല ഗംഭീരമായിട്ട് കാണാം. ഒരു വലിയ സ്ക്രീൻ ടി വിയിലൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ അത്യാവശ്യം സൗണ്ട് എഫക്റ്റ് ഒക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആക്ച്വൽ എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ മിസ്സാക്കണ്ട. നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഒരുപാട് വെടിയും പുകയും ഒക്കെ ഉള്ള സിനിമയാണ്, കൊള്ളില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു സിനിമ എങ്ങനെയെന്നുള്ളതല്ല, ചില സിനിമകൾ ഭയങ്കര കഥ കൊണ്ട്, ഇപ്പോൾ സത്യനന്ദിക്കാണ്ട സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയുടെ കഥ കൊണ്ടാണ് നമ്മൾ ആ സിനിമ കാണുക. അല്ലെങ്കിൽ ഷാജി കൈലാസിൻ്റെ സിനിമ കാണുമ്പോൾ അതിന് ആക്ഷനും ഡയലോഗ്സും ഒക്കെയാണ്. പക്ഷേ ചില സിനിമകൾ കുറച്ച് സീരീസ് ഓഫ് ഇവൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതെങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നു എന്നുള്ളത് ഗംഭീരമായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നൊരു കാര്യമാണ്. സിനിമ കുറേയൊക്കെ എൻ്റർടൈൻമെൻറ്റും, കുറച്ചൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും, കുറച്ച് രാഷ്ട്രീയം പറയുന്നതും ഒക്കെ ആണെന്നാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു അഭിപ്രായം. പക്ഷേ ആ അഭിപ്രായത്തോട് വളരെയധികം നീതി പുലർത്തിയൊരു സിനിമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റൈഫിൾ ക്ലബ്. ടിൽ വി മീറ്റ് അഗൈൻ.